Hello friends, welcome to our channel Taste Trips Tips. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും ഒരു തനി നാടൻ വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്നല്ലേ, ചക്ക കൊണ്ടൊരു പ്രഥമൻ. ഇതിന് വേണ്ടിയിട്ട് ഒരു 30-40 നന്നായിട്ട് പഴുത്ത വരിക്കച്ചക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചക്കയുടെ ചുളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കിലോ ശർക്കര. ഇത് ഉരുക്കി പാനിയാക്കി വേണം എടുക്കാൻ. തേങ്ങ 2 മീഡിയം സൈസ് തേങ്ങ ചിരകി അതിൻ്റെ പാലാണ്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചക്ക വഴറ്റേണ്ടത് നെയ്യിൽ വഴറ്റണം. അതുകൊണ്ട് കുറച്ചേറെ നെയ്യ് എടുക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും വഴറ്റുന്നതിനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ സീസണിങ് ചെയ്യുന്നതിനായിട്ട് കശുവണ്ടി, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി വറുത്തിടുന്നതിന് വേണ്ടിയിട്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. ചക്ക പ്രഥമന് ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഡ്രൈഡ് ജിഞ്ചറാണ്, ചുക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ചതും 5-6 ഏലക്കായുടെ പൊടിയുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ശർക്കര ഉരുക്കാനായിട്ട്. ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിൽ ശർക്കര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇതിൻ്റെ കട്ടയെല്ലാം അലിഞ്ഞ് തീരുമ്പോഴത്തേനും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് നമ്മുടെ ചക്ക ചുള എല്ലാം കൂടി ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലിട്ട് ചെറുതായിട്ട് ഒന്ന് അടിച്ച് തരിതരിപ്പായി അരച്ചെടുത്തു. സ്മൂത്ത് പേസ്റ്റ് ആവേണ്ട കാര്യമില്ല. ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ചക്കയുടെ ഈ പേസ്റ്റ് ഇട്ട് വേവിക്കുക. ഒരു 5 മിനിറ്റ് നേരം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങും. ഈ സമയത്ത് വേണം നമ്മൾ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനിയുടെ ഒരു പകുതിയിൽ കൂടുതൽ പാനി ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഈ ചക്ക വഴണ്ട് ശർക്കര പാനിയുമായിട്ട് യോജിച്ച് അതിൻ്റെ ഒരു കളറ്, ആ ടെക്സ്ചർ മാറി വരണം. നന്നായിട്ട് വേവണം. ഒരു സ്മെല്ലൊക്കെ മാറി വരും. ഒരു 10 മിനിറ്റിൽ കൂടുതൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് ഇളക്കുക. തിള വരുന്നുണ്ട്. തിള വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ദേഹത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇളക്കാൻ. നന്നായിട്ട് കുറുകി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ആദ്യത്തേൽ നിന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ചക്കയുടെ പേസ്റ്റും ചക്കയും ശർക്കരയും നെയ്യും കൂടി നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ അത്രയും സമയം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഏകദേശം 10 മിനിറ്റിൽ കൂടുതൽ ഇളക്കി കൊടുക്കണം. ദേഹത്ത് തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഈ കുമിളകൾ ഇങ്ങനെ തെറിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വളരെ കെയർഫുൾ ആയിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നോക്കൂ, ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി വളരെ തിക്കായിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് വളരെ സോഫ്റ്റായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 3-ാം പാലാണ് ആദ്യം ചേർക്കുന്നത്. അതായത് തിക്നെസ് തീരെ കുറഞ്ഞ തേങ്ങാപ്പാൽ 3 കപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കുക. സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് തിളപ്പിക്കുക. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം.
രണ്ടാം പാല് കുറച്ചുകൂടെ തിക്നെസ് കൂടിയതാണ്. മൂന്നാം പാലിനെക്കാട്ടിയും കുറച്ചുകൂടി തിക്നെസ് ഉള്ളതാണ്. ഇത് ഒരു 2-3 കപ്പുണ്ട്. രണ്ടാം പാല് ചേർത്തതിന് ശേഷം പായസം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് അതൊരു കുറുകി വറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് വരണം. അതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് കുറുകിയതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെച്ച് ഞാൻ ഒന്നാം പാല് ചേർക്കുകയാണ്. കുറച്ചുകൂടി കുറുകണം എന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടി തിളപ്പിക്കാവുന്നതാണ്. ഒന്നാം പാലെന്ന് പറയുന്നത് ഏറ്റവും തിക്നെസ്സുള്ള, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത പാലാണ്. ഇത് ഏകദേശം 1 കപ്പോളം വരും. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം തിളപ്പിക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ചുക്കുപൊടി, ഇത്രയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് പായസത്തിന് നല്ലൊരു ഫ്ലേവർ തരും. ഇനി നമുക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ച് പായസത്തിലേക്ക് ചേർക്കാം. ഒരു ചെറിയ ഗോൾഡൻ നിറമാകുന്നതുവരെ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് കാഷ്യൂസ് ഇടുക. ഇനി എടുത്തു വച്ചിരിക്കുന്ന റൈസൻസും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴം കൊണ്ടുള്ള പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു all for watching my video. Please subscribe our channel and press the bell icon to get the notifications. Thank you.